അപ്പോൾ ഹലോ ഗായ്സ്, ലിയാൻഡ്രോ ലൈഫ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും അത് മനസ്സിലാക്കി ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ മാക്സിമം മിസ്റ്റേക്സ് ഇങ്ങനെ കുറച്ച് വരാൻ ശ്രമിക്കും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോർത്തൊഴിൽ എന്നിട്ടുള്ള ഒരു തമിഴ് മൂവിയുടെ റിവ്യൂ ആണ്. അപ്പോൾ മൂവി ഞാനിപ്പോൾ കുറച്ച് നേരം മുന്നേ കണ്ടു കഴിഞ്ഞു. ഞാൻ കണ്ടത് ഒറ്റപ്പാലം ലാഡർ സിനിമാസിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് മുന്നേ റിവ്യൂസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ ട്രെയിലറിലും അത് വ്യക്തമാണ്, ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വിഘ്നേഷ് രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളി മുന്നേ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല, ഒരു മൂവിയോ മറ്റോ മുന്നേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പുള്ളിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മേജറായിട്ട് 3 മെയിൻ ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്ന് ശരത് കുമാർ, ഒന്ന് അശോക് സെൽവൻ, പിന്നൊന്ന് നിഖില വിമൽ. ആക്ട്രസ്സായിട്ട് നിഖില വിമലാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ മൂവീസ് തന്നെ ഞാൻ പറയും. ഈ അടുത്ത കാലത്ത് കുറേ ത്രില്ലർ മൂവീസ് കണ്ടിട്ടുണ്ട് പല ലാംഗ്വേജുകളിലായിട്ട്, പക്ഷേ അതിനൊന്നും അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഈ മൂവിയിലെ ഒരു സാറ്റിസ്ഫാക്ഷൻ എലമെൻറ്റ് കിട്ടി. നമ്മൾ മുമ്പ് രാക്ഷസൻ, അതേപോലെ അഞ്ചാംപാതിരി, ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന കിട്ടിയിരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു മൂവിക്ക് തരാൻ സാധിച്ചു. അതിനുള്ള പ്രധാന റീസൺ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു രക്ഷയില്ല, നല്ല സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിൽ നന്നായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് പിന്നെ നോക്കുകയാണെങ്കിൽ BGM കറക്റ്റ് ആപ്റ്റായിട്ടുള്ള BGMs പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പല ഏരിയാസിലും ഒരു ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ പലയിടത്തും ജംപ് സ്കെയർ, പെട്ടെന്നുള്ള റിവീലിങ്, അങ്ങനത്തെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ വളരെ ആപ്റ്റായിട്ടാണ് ഇതിൽ BGMs യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. കാരണം ആ ഒരു തിയേറ്റർ ആംബിയൻസിലെ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിന് മാക്സിമം ഔട്ട്പുട്ട് ഈ മൂവി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ അത് കാണാൻ ശ്രമിക്കുക, എന്നാലേ അതിൻ്റെ ആ ഒരു ഫുൾ ഓഡിയോ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓട്ട് നോക്കുകയാണെങ്കിൽ ഒരു സീരിയൽ കില്ലിങ് നടക്കുന്നു. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 പേരുള്ളൊരു ടീമാണ്. അതിൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് കുമാർ, ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസ്മാനായിട്ടാണ്. ഒന്നിനും കെയർ ഒന്നും ചെയ്യാത്ത ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റഫായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ശരത് കുമാർ ഉള്ളത്. പിന്നുള്ളത് നമ്മുടെ അശോക് സെൽവനാണ്. അശോക് സെൽവൻ ഒരു പുതുതായിട്ട് പോലീസായിട്ട് വന്നിട്ടുണ്ട്. ആൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ആൾക്ക് കുറേ ഇൻറ്റേർണൽ ഫിയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു തീരെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഒരുപാട് ബുക്കുകളും ഓരോന്നൊക്കെ വായിക്കുന്നത് കാരണം അതുവഴി നല്ല നോളജ് ഉണ്ട്, പക്ഷേ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. ശരത് കുമാറിനാണെങ്കിൽ നിറയെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ അശോക് സെൽവന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പോലീസുകാരനായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ കേസിലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നിഖില വിമലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ആ ഒരു സീരിയൽ കില്ലിങ് അവർ കണ്ടുപിടിക്കുന്നത്, അതുവഴി എന്തായിരുന്നു സീരിയൽ കില്ലറുടെ മോട്ടീവ്, അതൊക്കെ അതിലൂടെ കടന്നു പോകുന്നൊരു മൂവിയാണിത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു നോർമൽ ത്രില്ലറായിട്ട് പോകേണ്ട ഒരു മൂവി അന്യായ സ്ക്രിപ്റ്റും അസാമാന്യ ഡയറക്ഷനും കാരണം ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ത്രില്ലർ മൂവീസിനൊരു പ്രശ്നമുണ്ട്, അതായത് അത് ആൾക്കാരുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൻ ഹിറ്റാവും. അത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഫെയിലർ ആവും. അപ്പോൾ നമ്മൾ കണ്ട കുറേ ത്രില്ലർ മൂവീസൊക്കെ അത് ഫെയിലർ ആവാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ ആ ക്രിമിനലിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ പുള്ളി കടന്നുപോയൊരു സാഹചര്യം, അല്ലെങ്കിൽ പുള്ളി ഈ സീരിയൽ കില്ലിങ് ചെയ്യാൻ ഇടയായിട്ടുള്ള കാരണം, അത് ആൾക്കാരുമായിട്ട് ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു മെൻ്റലി കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഈ മൂവിയിൽ അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഒരാളൊരു സീരിയൽ കില്ലറായി മാറുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് മോട്ടീവ്സ് ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് വളരെ നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റോട് കൂടി തന്നെ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ്, അതേപോലത്തെ ത്രില്ലർ മൂവീസ്, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലേഴ്സ്, അങ്ങനത്തെ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. കഴിയുന്നതും ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മസ്റ്റാണ്. ഞാൻ പറയുകയാണെങ്കിൽ OTTയിൽ ഇത് എനിക്ക് തോന്നുന്നത് സോണി ലിവിലാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് ഉള്ളത്. അത് അധികം വൈകാതെ തന്നെ വരികയായിരിക്കും. പക്ഷേ എല്ലാവരും ഇതിന് മുന്നേ തന്നെ പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് കൂടി തന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇറക്കാനാണ് നമ്മുടെ ഒരു ഉദ്ദേശം. നമുക്കിതിനെ വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അതും കൂടി ഒന്ന് പരിഗണിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു. ബൈ.